ഇപ്പോൾ സമയം 4:45. കുറേ നാളായി കേട്ടോ 4:45 ഈ സമയത്തൊക്കെ വിളക്ക് കത്തിച്ചിട്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലേറ്റ് ആവും കത്തിക്കുമ്പോഴേക്ക്. ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇനി തൊട്ട് ഈ സമയത്ത് തന്നെ മാക്സിമം കത്തിക്കാനായിട്ട് നോക്കണമെന്നേ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരു പോറ്റിയോട് ചോദിച്ചപ്പോഴായിരുന്നാലും പോറ്റിയും പറയണത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരേ സമയത്ത് തന്നെ നമുക്ക് വിളക്ക് കത്തിക്കാനായിട്ട് നോക്കിയാൽ അത്രയും നല്ലതെന്നാണ്. അത് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണതായിരുന്നാലും നമ്മളെപ്പോഴും ഒരേ ടൈം വെച്ചിട്ട് പോവേണമെന്നുണ്ടെങ്കിൽ എല്ലാം സൂപ്പറാകും. പക്ഷെ അതിന് നടക്കണില്ല, അതാണ് സത്യം. അങ്ങനെ രാവിലെ വിളക്കെല്ലാം കത്തിച്ച് നേരെ അടുക്കളയിലോട്ട് അടുക്കളയിലോട്ട് കയറിയപ്പോഴല്ലേ പണി പാളിയത്. തലേ ദിവസം ഇന്നത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ലായിരുന്നു. രാവിലെ എഴുന്നേക്കണമെന്ന് മാത്രം മനസ്സിലുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന് അരി അടുപ്പത്തിട്ട്, പക്ഷേ ഒരു മാവും സ്റ്റോക്കില്ല, പാല് സ്റ്റോക്കില്ല, ഒന്നുമില്ലായിരുന്നു കേട്ടാ. ദൈവമേ, ഈ ഇത്രയും സമയത്ത് ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് വെറുതെ ആയല്ലോ എന്ന് വെച്ചാൽ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് 5:30 മണിയായപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് തൊട്ട് താഴെ ഒരു കടയുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ആ ചേട്ടനാണെങ്കിൽ രാവിലെ കട തുറക്കും. കാരണം അവർക്ക് ആ സമയത്താണ് പാല് വരണത്. അപ്പോൾ അതെനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായിരുന്നാലും, പിന്നെ നമ്മളെ നാടല്ലേ, നമുക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ. എപ്പോഴും നല്ല വെട്ടവും വെളിച്ചമെന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാവരും ഉറക്കം എഴുന്നേൽക്കുന്ന സമയമാണ്. ഞാനീറ്റ് സമയത്തെ അപ്പുറത്ത് മഞ്ജുച്ചിയുടെ അവിടെ നിന്ന് കുക്കറിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കണമുണ്ട്. പിന്നെ പോസ്റ്റിലൊക്കെ വെട്ടം ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. പോസ്റ്റിൽ വെട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ തീർന്നു. തൊട്ടടുത്തടുത്ത് പോസ്റ്റുകളും ഉണ്ട്, എല്ലാം വെട്ടവും ഉണ്ട്. പിന്നെ നടക്കാൻ പോകുന്ന ആൾക്കാർ. അങ്ങനെ 5:30 മണിയായപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെയും ആരും എണീറ്റില്ല. അമ്മ എഴുന്നേറ്റില്ല, ചേട്ടൻ എഴുന്നേറ്റില്ല, കേശു എണീറ്റില്ല, ആരും എണീറ്റില്ല. ഞാൻ പതുക്കെ കതവൊക്കെ അടച്ചിട്ട് കടയിൽ അവിടെ റോഡിൽ ഇറങ്ങി നോക്കിയപ്പോഴേക്ക് അവിടെ കട തുറന്നിട്ട് പുള്ളിക്കാരൻ പാലൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പോയിട്ടാണ് അവിടെ നിന്ന് 1 കവർ ദോശമാവും വാങ്ങിച്ച് 1 കവർ പാലും വാങ്ങിച്ച് കേശുവിന് ഒരു ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. ബിസ്ക്കറ്റ് വാങ്ങിച്ചത് മോന് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങിയത്. ഇല്ലെങ്കിൽ കുറേ കൂടെ നേരത്തെ എൻ്റെ ജോലികളൊക്കെ എല്ലാം തീരുമായിരുന്നു. അപ്പോൾ ഇവിടെ മിണ്ടാനും പറ്റൂല. തലേ ദിവസം ചേട്ടാ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട ചേട്ടാ, എല്ലാം സ്റ്റോക്ക് ഉണ്ടെന്ന് പറയും. അപ്പോൾ നല്ലൊരു ഊക്കം പണിയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ എന്തായാലും 5:30 കട തുറക്കണോണ്ട് കൊള്ളാം കേട്ടോ. ഈ 5:30 മണിക്കൊക്കെ ആദ്യമായിട്ടാണ് പോണത്, അല്ലാതെ ആര് പോണ വെളുപ്പാൻ രാവിലെ കടയിൽ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അപ്പം മനസ്സിലായല്ലോ 4 മണിക്ക് എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ച് എല്ലാം ചെയ്തെങ്കിലും 4 മണിക്ക് എഴുന്നേറ്റാലേ എനിക്ക് 4:45 വിളക്ക് കത്തിക്കാനൊക്കെ പറ്റുള്ളൂ. എല്ലാ സംഭവങ്ങളും ചെയ്ത് 5 മണിയായപ്പോൾ വിളക്ക് കത്തിക്കലും കാര്യങ്ങളും എല്ലാം ചെയ്ത് നേരെ അടുക്കളയിൽ കയറി പെട്ടെന്ന് 6 മണിക്ക് മുന്നേ എല്ലാ ജോലിയും തീർക്കണമെന്നായിരുന്നു എൻ്റെ ടാർഗറ്റ്. പക്ഷേ ചീറ്റിപ്പോയി. അങ്ങനെ പിന്നെ 5:30 ശേഷമല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. എന്തായിരുന്നാലും കേശുവിന് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് സ്കൂളിൽ വിടുമ്പോൾ ലേറ്റായി പോകണം കേട്ടോ. വേറൊന്നുമല്ല, മോൻ്റെ കുറ്റമല്ല. മോനെ പറയാൻ പറ്റില്ല, നമ്മളെ കാര്യമല്ലേ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ കുറച്ച് താമസിച്ച് 8:20 ആവും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പോയപ്പോഴേക്കും അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളവിടുത്തെ പ്രയർ കേൾക്കണത് തന്നെ. നമ്മൾ ചെയ്തപ്പോഴേക്കും അവിടെ പ്രയർ ടൈമായിരുന്നു. അങ്ങനെ വിചാരിച്ചു അത് പറ്റൂല, കേശുവിന് എന്തായാലും നേരത്തെ 8 മണിയാകുമ്പോഴേ സ്കൂളിലൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ രാവിലെ എഴുന്നേറ്റത്. അങ്ങനെ ദോശമാവൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി ദോശ ഉണ്ടാക്കണം. പിന്നെ ചായ ഇട്ട്. അപ്പോൾ കുറേ നാളായി എൻ്റെ ആ ദോശക്കല്ല് എടുത്തിട്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും ദിവസമായതിന് ശേഷം ഇന്ന് എടുത്തപ്പോഴേക്കും അതെനിക്ക് ചെറുതായിട്ട് പണി തന്നു കേട്ടോ. ചെറുതായിട്ട് അടി പിടിക്കണുണ്ടായിരുന്നു ദോശയെല്ലാം. അപ്പോൾ ഇതാകുമ്പോഴേക്കും ഒറ്റ സ്റ്റെപ്പിന് 2 പ്രാവശ്യം ആകുമ്പോൾ 8 ദോശയിങ്ങായില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു 4 ദോശ ഉണ്ടാക്കി നോക്കി. പിന്നെ കേശുവിന് കൊടുത്തു വിടാൻ വേണ്ടിയുള്ള മാത്രമുള്ള ദോശ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. സമയം ഇത്രയല്ലേ ആയുള്ളൂ. എന്തായാലും നമ്മൾ കഴിക്കുമ്പോഴേക്ക് 8 മണിയെങ്കിലും കഴിയും. അങ്ങനെ ആ സമയത്ത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത് കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മ പറയും, അവളെനിക്ക് വാങ്ങിച്ചു തന്നു. അമ്മ കുറേ നാളുകൊണ്ട് പറയണം നീ ഒരെണ്ണം എനിക്കും കൂടെ വാങ്ങിച്ചതാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെയൊന്നുമല്ല. അതൊന്ന് ഞാൻ വാങ്ങിച്ച ഇൻസ്റ്റാൾമെൻറ്റുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അമ്മയുടെ കയ്യിലോട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അവരെ വീടൊന്ന് അവിടെയാണ് ഇപ്പോൾ അച്ഛനും അമ്മയും താമസിക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്താൽ മാത്രം മതി എന്നാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ മറന്നു. പിന്നെ ദോശ ചൂടാനായിട്ട് ഈ കല്ലെടുക്കുമ്പോഴായിരിക്കും ഓർമ്മിച്ചത്, ഈശ്വര അമ്മ പറഞ്ഞിട്ട് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ പതുക്കെ അതങ്ങ് വെച്ചിട്ട് അതങ്ങനെ എടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും അത് എടുത്തപ്പോഴേക്കും അത് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതെനിക്ക് പണി തന്നു, നന്നായിട്ട് അടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 2-3 ദിവസം യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ പിണക്കമൊക്കെ മാറി വരുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ കാക്കകൾക്കുള്ള ഫുഡൊക്കെ വെച്ച് കൊടുക്കാമെന്നേ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 6:30 മണിയാകുമ്പോഴേക്കും അവിടെ വന്ന് വിളിക്കാൻ തുടങ്ങും എന്നെ.
അങ്ങനെ അതൊക്കെ ഒന്ന് ഇപ്പം ഞാൻ ഒരു മാർബിളിൻ്റെ പീസും അതുമല്ല പിന്നെ വേറെ എന്തോ ഒരു ചെറിയ തടിയിലൊരു പീസ് പോലെയാണ് അതിരിക്കുന്നത്. അത് രണ്ടിലുമാണ് വെച്ച് കൊടുക്കുന്നത്. പാത്രത്തിലൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഒരു അടപ്പ് അങ്ങനെ പോയി. ഞാൻ ഒരു അടപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതെന്ത് ചെയ്യുന്നറിയാമോ, കഴിച്ചിട്ട് തട്ടി ഇങ്ങ് താഴെ ഇടും. അപ്പോൾ അപ്പുറത്തെ റോഡല്ലേ, വണ്ടി കയറിയിട്ട് അതങ്ങ് ചപ്പി ഞടുങ്ങിപ്പോയി. അപ്പോൾ ഇതിലൊക്കെയാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ വെള്ളവും ഞാനങ്ങ് മാറ്റും. വെള്ളത്തിൽ ഫുള്ള് ചോറൊക്കെ വീണ് കിടക്കുകയായിരിക്കും. ഇത് കഴിച്ചിട്ട് വന്ന് കൊത്തി ആ വെള്ളമൊക്കെ കുടിക്കുമ്പോഴേക്കും അതൊന്ന് ശരിക്ക് ചോറും കാര്യങ്ങളുമായിട്ടൊക്കെ അത് കിടക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ ചോറ് കൊടുക്കുന്നത്. പിന്നെ ചോറ് കൊണ്ടുവന്ന പാത്രമൊക്കെ കഴുകി വെച്ച്, അപ്പോൾ ഇപ്പോൾ രാവിലെ ചോറ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും എന്താണോ കാപ്പി ഉണ്ടാക്കുന്നത് ആ കാപ്പിയും കൂടെ കൊടുക്കും കേട്ടോ. അങ്ങനെ ഈ പാത്രത്തിലായിരുന്നു ചോറിരുന്നത്. അവിടെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. ഇനി ഇവിടെ കൊണ്ടുവന്ന് സോപ്പിട്ട് നന്നായിട്ട് കഴുകണം. ചോറിൻ്റെ കാര്യം അറിയാമല്ലോ, ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ചെറിയ സ്മെല്ല് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പറക്കി വെക്കണം. അപ്പോൾ ഇനി ആ പാത്രം അങ്ങ് കൈയോടെ കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ സിങ്കിൽ ഇത് തൊട്ട് അവിടെ അങ്ങ് കിടപ്പാവും. പിന്നെ ചായ ഇടണ ചായപാത്രം, ചായ എരുപ്പ്, പിന്നെ വേറൊരു പാത്രം നമ്മൾ അതിന് ചായ അടിച്ചൊഴിക്കാനായിട്ടൊക്കെ എടുക്കുമല്ലോ ആ പാത്രം, പിന്നെ ദോശ ദോശ കോരാനെടുത്ത തവി, ചട്ടുകം, ദോശക്കല്ല്, ആ ദോശ മാവ് ഒഴിച്ചു വെച്ചിരുന്ന പാത്രം എന്ന് വേണ്ട ഓരോന്നായിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് സിങ്കിൽ വീണുകൊണ്ടിരിക്കും. ജോലി തീർന്ന് വരും, സിങ്ക് ഇങ്ങനെ നിറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴങ്ങ് കഴുകാമെന്ന് വിചാരിച്ച്. പിന്നെ കേശുവിന് രാവിലെ ഒരു മുട്ട അവിച്ചത് കൊടുക്കും കേട്ടോ. അങ്ങനെ അവിക്കാനുള്ള മുട്ട ഞാൻ അരിക്കലത്തിലിട്ടിരിക്കുകയായിരുന്നു. പണ്ട് ഓർമ്മയില്ല, നമുക്ക് ഇങ്ങനെയല്ലേ അമ്മ തരണതല്ലേ, മുട്ട വാട്ടി തരണതായിരുന്നാലും മുട്ട അവിക്കണതായിരുന്നാലും ഇതേ മോഡലിലാണ് തരണത്. പിന്നെ മുട്ട ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമാണ് അരിക്കലത്തിലിട്ടത്. എനിക്കറിയാം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറാണ്, അപ്പോൾ അത് വൃത്തിയോടെയും ശ്രദ്ധയോടെയും നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരോഗ്യമാണ് പോണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മുട്ട നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇട്ടത്. കാരണം ഇങ്ങനെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഉടനെ പറയും മുട്ട കഴുകാതെയാണ് അരിക്കലത്തിലിട്ടതെന്ന്. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത്, എല്ലാം ഇങ്ങനെ കാണിക്കാനായിട്ട് ചിലപ്പോൾ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ചിലതൊക്കെ അങ്ങ് വിട്ടുപോകും. നമ്മൾ ഈ വീഡിയോ എടുക്കുകയില്ലേ, നമ്മളെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമല്ലല്ലോ, ത്രൂ ഔട്ടായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ സംഭവങ്ങൾ. അതിൽ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് അന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നടന്നത്. അല്ല ഈ യൂട്യൂബിൽ കാണിക്കുന്ന യൂട്യൂബർമാരുടെ ജീവിതത്തിൽ നടന്നതെന്നൊന്നും അർത്ഥമില്ല. അങ്ങനെ ജോലികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കേശുവിനെ വിളിച്ചുണർത്തണമല്ലോ. നല്ല മഞ്ഞായിരുന്നു ഏട്ടാ മേളിൽ കയറിയപ്പോൾ. നമുക്ക് വീട്ടിനകത്ത് നിൽക്കുമ്പോൾ അത്രയ്ക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ മേളിൽ കയറുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പും ഭയങ്കര മഞ്ഞും. എൻ്റെ കൊച്ചു മൂടി പൊതിച്ചിടന്ന് ഉറങ്ങിയായിരുന്നു. ഞാൻ അതിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്കറിയാം നേരെ എടുത്ത് മേളിലോട്ട് കൊണ്ട് ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്നങ്ങ് ഉഷാറാവും. കാരണം നല്ല വൈബാണ് മേളിൽ നിൽക്കുന്ന സമയത്തെ. നമുക്ക് പനേരം മുട്ടെന്ന് വരുന്ന ആ ഒരു പാട്ട് കേൾക്കാം, രാവിലെയുള്ള അമ്പലത്തിൽ അറക്കോട് പാട്ടില്ലേ അത് കേൾക്കാം, പിന്നെ എല്ലാ കാഴ്ചകളൊക്കെ കാണാം. അതൊരു പ്രത്യേക രസമാണ് മേളിൽ കയറി നിൽക്കുമ്പോഴേക്കും. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അമ്മ എനിക്ക് തണുക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞൊന്നിങ്ങനെ മൂടിപ്പൊതിച്ചൊക്കെ നിന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഓരോരുത്തരെയൊക്കെ കണ്ടൊക്കെ തുടങ്ങിയപ്പോഴേക്ക് ആൾ കുറച്ചങ്ങ് ഉഷാറായി. അപ്പോൾ 2 മരം കൊത്തികൾ അവിടെ ഇരുന്ന് ആ തെങ്ങിലിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴേക്ക് പെട്ടെന്ന് ആളങ്ങ് മാറി. ടാറ്റോട് അങ്ങനെ കുറച്ച് സമയം അവിടേക്ക് നിന്നിട്ട് പിന്നെ ഞാൻ മക്കളെ കുളിക്കാമെന്ന് പറഞ്ഞു. കുളിക്കാനായിട്ട് എനിക്ക് പാവം തോന്നിയിട്ട് ഈ തണുപ്പത്തിട്ട് കുളിപ്പിക്കണ്ടേ. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹീറ്ററിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് ചൂടുവെള്ളം, ചെറിയൊരു ചൂടുവെള്ളം കൊണ്ടുവന്നാണ് മോനെ കുളിപ്പിച്ചത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ തണുപ്പത്ത് നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴേക്കും നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യില്ല. പക്ഷേ നല്ല തണുപ്പത്ത് ചൂടുവെള്ളത്തിൽ കുളിച്ചങ്ങോട്ട് തീരുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ തണുപ്പിങ്ങനെ ഇരട്ടിക്കും പോലെ തോന്നും. അങ്ങനെ ഞാൻ മോനെ കുളിപ്പിച്ചിട്ട് അവിടെ എൻ്റെ ബാൽസം ചെടിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരെ താഴെ വന്ന് ഇനി മോനെ മോൻ്റെ അടുത്ത് പറഞ്ഞ മോനെ ചെന്ന് തമ്പാച്ചി തൊഴാൻ പറഞ്ഞ കേശു പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാമേ എന്ന് പറയും. അങ്ങനെ
അത് അവിടെ കൊണ്ടുവന്ന് കുറച്ച് സമയം നമ്മൾ കൃഷ്ണൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച് കുറേ കാര്യങ്ങളൊക്കെ കേശുവിന് പറയാൻ കാണും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേശു വന്നിരുന്നത്. നമ്മൾ പിന്നെ ഇതേപോലെ ഒരു ചിട്ട ഒന്ന് പഠിപ്പിച്ചെടുത്താണ്ടല്ലോ കൊച്ച് വളർന്നു കഴിഞ്ഞാലും മോൻ ആ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ വരും. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിത വിജയം കൈവരിച്ച മഹാന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുമ്പോഴേക്കും അവർക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു മോർണിംഗ് റൊട്ടൈൻ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതുപോലെയൊക്കെ മോർണിംഗ് റൊട്ടൈൻസ് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ പറയും, ഒരുപാട് കുരുത്തക്കേടെന്ന് കാണിച്ച് അമ്മയിരുന്ന് അടിയിട്ടല്ലേ, നന്നായിട്ട് പഠിക്കാൻ പറ്റണേ എന്നൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് കേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും കുറേ പ്രാവുകൾ വന്നായിരുന്നു നമ്മൾ ആഹാരം കഴിക്കാനേ. അപ്പോഴേക്കും മീൻകാരൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. മക്കളെ പട്ടി മോനെ എന്തിനു കാണിക്കുന്നു? എൻ്റെ പൊന്നോ, 100 രൂപയുടെ നെത്തോലി കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ചില സമയത്ത് 50 രൂപയ്ക്ക് ഇതിനേക്കാളും വാരിയിടും. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മീനില്ല, മീൻ നല്ല കുറവാണ്. ചന്തയിൽ പോയാലും അങ്ങനെ തന്നെ. ഇതായിരുന്നു 100 രൂപയുടെ നെത്തോലി. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ തോന്നും കേട്ടോ. അങ്ങനെ ഞാൻ മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ കേശുവും കൂടി അവിടെ വന്ന് നിൽക്കുകയായിരുന്നേ. അപ്പോൾ മീൻകാരൻ ചേട്ടനും ചോദിക്കരുത് രാവിലെ കുളിച്ചാൽ നിന്ന്, കാരണം നല്ല തണുപ്പല്ലേ, സമയം ഇപ്പോൾ 6:30 മണി ആവണതേ ഉള്ളൂ. അങ്ങനെ അമ്മ കിട്ടിയ പാടെ മീൻ നുള്ളാനായിട്ട് ഇരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ ജോലിയൊക്കെ തീർത്തിട്ട് എനിക്ക് കടയിൽ പോകണം. നമ്മളെ കടയിൽ നിൽക്കുന്ന നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് കൊച്ചിൻ്റെ കല്യാണമാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇനി ഈ മാസം ഫുൾ ലീവാണ്. ഈ മാസം ശനിയാഴ്ച വരെ ഉണ്ടായിരുന്നു, ഇനി അടുത്ത മാസം ആൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആ ഒരു മാസം ഇനി കടയിൽ ഡ്യൂട്ടി എനിക്കായിരിക്കും. അപ്പോൾ കുറേ നാളെ ഇതുപോലെ കടയിലൊക്കെ പോയി ഇരുന്നിട്ട് ഇപ്പോൾ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ രാവിലെ 9 മണിക്ക് കടയിൽ പോയാൽ രാത്രി 9 മണിക്കാണ്, 9 മണിക്കാണ്, 10 മണിയാവും തിരിച്ചു വരുമ്പോഴേക്കും. എൻ്റെ ജീവിതം ഫുൾ ആ കടയിലായിരുന്നു. ഇപ്പോഴാണ് അതിൽ നിന്നൊരു മാറ്റം വന്നത്. അങ്ങനെ രാവിലെ തന്നെ ചോറൊക്കെ വെക്കണം, മീനൊക്കെ വെക്കണം. എനിക്ക് ചോറ് കൊണ്ടുപോകണം. ഉച്ചയ്ക്ക് എനിക്ക് ചോറ് കഴിക്കണ്ടേ. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എത്തൂല, ഉച്ചയ്ക്ക് കടയിൽ കാണൂല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് ചോറിനും എടുക്കണില്ല. കേശുവിനെ തിരിച്ച് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്ക് വീട്ടിൽ വരുമല്ലോ 3 മണിയാകുമ്പം. അപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ആഹാരം കഴിക്കലൊക്കെ. അങ്ങനെ കേശുവിനെ കൊണ്ട് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. ഇന്ന് കേശു നേരത്തെ റെഡി ആയിട്ട്, കേശു ആയിരുന്നു ഇന്ന് സ്കൂളിൽ അവൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ്. അപ്പോൾ നമ്മളൊരു 8 മണിയായപ്പോൾ തന്നെ സ്കൂളിലെത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ പിള്ളേരൊന്നും വന്നു തുടങ്ങിയില്ല. അങ്ങനെ ഞങ്ങളും കൂടെ അവിടെ ഇരുന്നൊരു 8:10 ആയപ്പോഴാണ് പിള്ളേർ വന്നു തുടങ്ങിയത്. 8:10 8:05 കഴിഞ്ഞപ്പോഴേക്ക് പിള്ളേർ വന്നു തുടങ്ങി. അപ്പോഴാണ് മോനെ സ്കൂളിൽ ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോഴേക്ക് 8:10 ആവുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എനിക്കിനി കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ എല്ലാ തുണിയും വാഷിംഗ് മെഷീനിൽ ഇടൂല. നമുക്ക് ഈ കളർ പോണ തുണികൾ, അതുപോലെ തന്നെ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അടിക്കുമ്പോഴേക്ക് പെട്ടെന്ന് അത് ചീത്തയാവും പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് അങ്ങനെയുള്ളതെല്ലാം ചേട്ടൻ്റെ ടീഷർട്ടുകളില്ലേ, ചേട്ടൻ്റെ ടീഷർട്ട്, എൻ്റെ നല്ല നല്ല ചുരിദാറുകൾ, വീട്ടിലിടുന്നതല്ല അല്ലാത്ത ചുരിദാറുകൾ, പിന്നെ അതുപോലെ തന്നെ മോൻ്റെ യൂണിഫോം, അതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടൂല. അതൊക്കെ കൈകൊണ്ട് അലക്കുകയാണ് ചെയ്യണത്. അങ്ങനെ അതൊക്കെ അലക്കണോണ്ടിരുന്ന് അങ്ങനെ അതൊക്കെ അലക്കി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഇപ്പോൾ ഇവിടെ കഴുകി ഇറക്കണം. ഈ ചോറും അരിയും എല്ലാമൊക്കെ വീണിട്ട് അവിടെ ഇങ്ങനെ ഒട്ടാനായിട്ട് നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ ഒട്ടും പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് കഴുകി ഇറക്കും. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ചോറ് അങ്ങ് റോഡ് സൈഡിൽ അപ്പുറത്ത് കുറച്ചൊക്കെ വീഴുമല്ലോ, ഇപ്പുറത്ത് വീഴും പോലെ, അതെല്ലാം ആ പ്രാവുകൾ വന്നിട്ട് കൂടുതലും ആ റോഡിൽ കിടക്കുന്നതാണ് അത് കഴിക്കണത്. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് കഴിക്കുമ്പോഴേ ഈ കാക്ക കൊത്തുമെന്ന് അറിഞ്ഞുകൂടാ, കാക്ക ഉപദ്രവിച്ചു. നമ്മളെപ്പോഴും ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണില്ലല്ലോ. അവറ്റകളെല്ലാം വന്നിട്ട് ആ തറയിൽ കിടക്കുന്നതാണ് കഴിച്ചുകൊണ്ട് പോണത്. ഞാനേ മോനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് അമ്മ നെത്തോലി വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെണ്ടയ്ക്ക മെഴുകുവരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് രണ്ടും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന്. പിന്നെ നെത്തോലി വറ്റിച്ച് വെക്കണതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ അതാ കണ്ടില്ല, അമ്മയും കുഞ്ഞും ആണെന്ന് തോന്നുന്നു. ഒരാൾ വാരി കൊടുക്കുന്നുണ്ട്, വായിൽ വെച്ച് കൊടുക്കും എന്ന് പറയില്ല, അതുപോലെ അവിടെ ആഹാരം അവരിങ്ങനെ വായിൽ വെച്ച് കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ചെടിയൊക്കെ വെള്ളം ഒഴിക്കണം. അങ്ങനെ പാവം ഇന്ന് രാവിലെ വെള്ളം കൊടുത്തില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വാടിക്കുഴഞ്ഞിരിക്കും. അങ്ങനെ അതിനൊക്കെ വെള്ളം കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞ് കേട്ടോ. ഒരു 11 മണിയാകുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് കടയിൽ പോകും. അപ്പോഴേക്ക് ചേട്ടൻ്റെ ഏകദേശം ജോലികളൊക്കെ ചേട്ടൻ അവിടെ ഒതുക്കിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഫിറ്റിങ്ങിനൊക്കെ പോകാനുണ്ട്. ആ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് ചെല്ലണത്. അപ്പോൾ ഈ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ റെഡ് കളർ മാറിയപ്പോഴേക്ക് അത്ര ഭംഗിയില്ല കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് റെഡ് കളറും കൂടെ ഒരു ചെറിയൊരു നാമ്പ് പോലെ വരുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിരിക്കുകയാണേ. പിന്നെ ഞാൻ പോവാനായിട്ട് റെഡിയായി. ഇനി ചോറൊക്കെ കോരണം. ചോറും നെത്തോലി വറ്റിച്ചതും വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ്. ഇത്രയേ ഉള്ളൂ. ഇന്ന് പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ്. ഒന്നും വാങ്ങിക്കാനായിട്ട് സമയവും കിട്ടണില്ല. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നിങ്ങളുടെ പറയാത്ത ഒരു വിശേഷം ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് പുള്ളിക്കാരെ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും സമയമില്ല. അങ്ങനെ ആളിങ്ങനെ വട്ട് പിടിച്ചോടുമല്ലോ, അങ്ങനത്തെ ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ അതുകൊണ്ടാണ് ഒന്നിനും എനിക്ക് ചേട്ടനും കൂടെ വരാത്തതുകൊണ്ട് എനിക്ക് ഒന്നിനും പോകാനായിട്ട് സമയവും കിട്ടണില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേശു സ്കൂളിൽ പോകുമ്പോഴേക്കും എനിക്ക് പോയി വാങ്ങാം. ഇപ്പം ഞാനും കടയിൽ പോവേയില്ല, അതുകൊണ്ടാണ് സാധനങ്ങൾ തീർന്നിട്ട് പോലും പോയി വാങ്ങിക്കാനുള്ള ടൈമില്ല. അങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ നേരെ കടയിലോട്ട്. അങ്ങനെ കടയിൽ വന്നപ്പോൾ കുറച്ച് ജോലികളൊക്കെ കടയിൽ കാണുമല്ലോ. അപ്പോൾ ചേട്ടന് ഇനി ഫിറ്റിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ പുള്ളിക്കാരന് നല്ല അലർജിയാണ് കേട്ടോ, പൊടി അലർജി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും മാസ്ക് വെച്ചിട്ടേ നടക്കാനായിട്ട് പറ്റണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കണ്ടില്ലേ കോവിഡ് പോലെ അടുത്ത വൈറസ് വരണുണ്ടെന്ന്. അയ്യോ, കേട്ടപ്പോഴേ പേടിയാവണം. കാരണം കോവിഡിൻ്റെ ആദ്യ സമയത്തുള്ള ഓർമ്മകളാണ് വരണത്. ഇതുപോലെ അന്ന് ഞാൻ ഫുൾ ടൈം കടയിലാണ്. അപ്പോൾ കടയിലിരുന്ന സമയത്ത് അന്ന് ഞാൻ ഇങ്ങനെ ഈ കോവിഡിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് നമുക്കന്ന് അറിഞ്ഞൂടല്ലോ കോവിഡ് ഇങ്ങനെ ഒരു വലിയൊരു മഹാമാരിയാണ് വരാൻ പോണതെന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയും ഇല്ലല്ലോ. എന്തോ വലിയൊരു അസുഖമുണ്ട്. ഈ ലോക്ക്ഡൗൺ എന്നുള്ള പേര്, ലോക്ക്ഡൗണ്, അതുപോലെ തന്നെ കുറേ വാക്കുകളുണ്ടായിരുന്നല്ലോ, കണ്ടെയ്ൻമെൻറ്റ് സോണ്, അങ്ങനത്തെ അതൊക്കെ നമുക്ക് പുതിയ വാക്കുകളായിരുന്നല്ലോ. എന്താണെന്ന് അന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെ കുറേ പിന്നെ ഉണ്ടായിരുന്നല്ലോ കുറേ സംഭവങ്ങൾ. അങ്ങനെ അപ്പോൾ എന്താ പറയുക, കോവിഡ് ചൈനയിലാണ് വരണത്, അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ട് നമ്മളിങ്ങനെ പറഞ്ഞിരുന്ന് കുറച്ച് ദിവസം ആയപ്പോഴേക്കും പെട്ടെന്നാണല്ലോ ഇങ്ങനെ കേരളത്തിൽ വന്നൊരു ഭൂകമ്പം പോലെ പെട്ടെന്നെല്ലാം ലോക്ക്ഡൗൺ ആയി, വീട്ടിലിരിപ്പായി. പിന്നെ വേറൊരു കാര്യമില്ല, ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസവും തോന്നുമായിരുന്നു കേട്ടോ. നമുക്ക് ജോലിയും കൂലിയൊന്നും ഇല്ല, പക്ഷേ ഒരു ടെൻഷനും ഇല്ല, ഒരു അടവും ഇല്ലല്ലോ. ബാങ്ക് ലോൺ അടയ്ക്കേണ്ട, അതടയ്ക്കേണ്ട, ഇതടയ്ക്കേണ്ട, നല്ല സ്വസ്ഥം സമാധാനമായിട്ട് കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കാൻ പറ്റി. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേ, അയ്യോ കട തുറക്കാൻ പറ്റണില്ല, അങ്ങനെ പറ്റണില്ല, കയ്യിൽ പൈസ വരണില്ല, 5 പൈസ വരണില്ല, ഭയങ്കര ടെൻഷനാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ പൊന്ന് ചേട്ടാ, ഇനി ചേട്ടൻ്റെ പുരുഷായുസിൽ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ കിട്ടൂല. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ, ഫിറ്റിങ്ങും കൊണ്ട് പോകാനായിട്ട് ഇറങ്ങി. പിന്നെ അന്ന് നമുക്ക് വേറൊരു പണി കിട്ടി, എന്തെന്നറിയാമോ? പിന്നെ ആയപ്പോഴേക്ക് ഫുൾ ലോക്ക്ഡൗൺ അല്ലാതെ വാർഡ് തിരിച്ച് മാത്രം ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങളുടെ വീട് വരണത് കുളത്തൂർ വാർഡും കട ഇരിക്കുന്നത് പൗണ്ടേഡ് വാർഡുമാണ്. പക്ഷേ കട ഇരിക്കുന്ന സ്ഥലം കുളത്തൂരാണെങ്കിലും വാർഡ് വരുമ്പോൾ വ്യത്യാസമാണ്. വാർഡുകൾ മാത്രം ലോക്ക്ഡൗൺ ആയ സമയത്തേക്ക് നമുക്ക് ആ പൗണ്ടേഡ് വാർഡ് ലോക്ക്ഡൗൺ ആയി. അപ്പോൾ നമ്മളെ കട ഇരിക്കുന്ന ഭാഗം, നമ്മളെ വീടിരിക്കുന്നിടത്ത് പ്രശ്നമില്ല. അപ്പോൾ കട തുറക്കാൻ പറ്റില്ല, ബാക്കി കണ്ണാടി കടകളെല്ലാം തുറക്കുക, എല്ലാവർക്കും കച്ചവടമുണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരൻ്റെ വീണ്ടും ആദ്യം എല്ലാ കടകളും തുറന്ന് എല്ലാവർക്കും ജോലിയുണ്ട്, നമുക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് അടച്ചിട്ടിരിക്കുന്ന പൈസ ഇല്ല. അയ്യോ, അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു, ഒരു ഭീകര അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഈ മനുഷ്യനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്കും. അങ്ങനെ ഉച്ച നേരമായി. കടയിലാകുമ്പോഴേക്കും 12:30 അടിക്കുമ്പോഴും ഞാൻ ചോറ് കഴിക്കും. കടയിലിരിക്കും ഭയങ്കര വിശപ്പാണ്, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഭയങ്കര ഇങ്ങനെ മുഷിഞ്ഞിരിക്കും പോലെ ഇരിക്കും കടയിൽ. പിന്നെ നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ. കസ്റ്റമർ വരുന്ന സമയം മാത്രം പെട്ടെന്ന് സമയം പോവും. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഇനി കൈ കഴുകാനായിട്ട് പോണതാണ് ആ ഒരു അപ്പുറത്ത്.
ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കടയുടെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ അവിടെയാണ് നമുക്ക് ബാത്റൂമും വാഷ് ബേസിനും ഒക്കെ ഉള്ളത്. അപ്പോൾ കൈ കഴുകാനായിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകണം. ഒരു ബുദ്ധിമുട്ടും അത് തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എപ്പോഴും ഇഷ്ടംപോലെ വണ്ടി വെക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പുറത്തെ കടയിലും ഇപ്പുറത്തെ കടയിലും കൂടി ചാടി ചാടി നിൽക്കുമ്പോഴും ഈ ക്രോസിംഗ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ ക്ഷമയുമില്ല, എനിക്ക് പെട്ടെന്ന് അങ്ങ് അപ്പുറത്തെ കടക്കാനായിട്ട് തോന്നും. ചേട്ടൻ്റെ എനിക്ക് വഴക്ക് കിട്ടണതും അതിനായിട്ട് നീ സമാധാനപ്പെട്ടെന്നില്ലേ, വണ്ടി ചിലപ്പോൾ കുറച്ച് ദൂരം നിന്ന് കുറച്ച് അല്പം ദൂരമാണെങ്കിലും ഞാൻ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി അതിങ്ങ് എത്തൂരല്ലോ, ആയിരുന്നു ബോഡി അങ്ങ് പോകാൻ തോന്നും. അങ്ങനെ കൈയൊക്കെ കഴുകി ചോറൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഇനി കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്ക് കേശുക്കുട്ടനെ വിളിക്കാനായിട്ടുള്ള സമയമാവും. അപ്പോൾ ചേട്ടന് ചിലപ്പോഴേ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 2:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകണമല്ലോ മോനെ വിളിക്കാനായിട്ട്. പിന്നെ അതിന് മുന്നേ എനിക്ക് പൊട്ടൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന പൊട്ട് ഈ ടൈപ്പ് പൊട്ടാണേ, പക്ഷെ അത് ഞാൻ ഉപയോഗിക്കുന്ന അളവില്ല, വലിയ അളവുമുണ്ട് ചെറിയ അളവുമുണ്ട്. എനിക്ക് കുളത്തൂർ വന്നാൽ ഇതൊക്കെ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് അപ്പുറത്തെ പൂക്കടയിൽ അശ്വതിയുടെ അടുത്ത് പറഞ്ഞിട്ട് വരികയായിരുന്നു, കട നോക്കിക്കൊണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന്. പിന്നെ എനിക്ക് ക്ലിപ്പ് സ്ലൈഡ് ഉണ്ടല്ലോ അത് വാങ്ങണമായിരുന്നു. എനിക്ക് പൊട്ട് കിട്ടാത്തതാണ് ഏറ്റവും സങ്കടം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ ചില പൊട്ടുകളൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് തന്നെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാനാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് നാൾ മാത്രമാണ് വേറെ കളർ പൊട്ടൊക്കെ വെച്ചിട്ടുള്ളത്. അല്ലാതെ എപ്പോഴും എനിക്കിങ്ങനെ ഈ ഒരു വട്ടപ്പൊട്ട്, അത് നല്ല സ്പോഞ്ചുള്ള പൊട്ടില്ലേ, അതാണ് എനിക്കിഷ്ടം. അത് വെച്ചാലേ ഒരു മനസ്സിനൊരു സമാധാനമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ കുളത്തൂർ തന്നെ അടുത്തടുത്ത് 2 ഫാൻസി ഉണ്ട്. പക്ഷെ 2ഇടത്തും ഞാൻ വെക്കുന്ന ആ ഒരു അളവിലുള്ളതില്ല, വലുതുമുണ്ട് ചെറുതുമുണ്ട്. പിന്നെയാണ് ആ ഒട്ടിപ്പ് പൊട്ടുണ്ടല്ലോ ഞാൻ ഇപ്പോൾ കാണിച്ചത്, അത് വാങ്ങിയത്. അതാകുമ്പോൾ ഞാൻ വെക്കുന്ന അളവിനുള്ളത് കിട്ടി. പക്ഷേ ഞാൻ എന്താ പറയണ്ട, സാറ്റിസ്ഫൈ അല്ല. പിന്നെ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് നോക്കിയിട്ട് എടുക്കുള്ളൂ കേട്ടോ. എനിക്ക് അല്ലാതെ കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിങ്ങനെ വെക്കുമ്പോഴേ ഇങ്ങനെ ഒരു സൗണ്ട്, ടക്കുന്നൊരു സൗണ്ട് ഇട്ട് അതങ്ങ് തെറിച്ചു പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മുടിയിൽ കയറൂല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആദ്യം എനിക്ക് കണ്ടിഷ്ടപ്പെട്ട ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതും ഞാൻ തലയിൽ വെച്ച് നോക്കാതെ, മുടിയിൽ വെച്ച് നോക്കാതെ എടുത്തെന്നുണ്ടെങ്കിൽ എനിക്കത് പണി കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ വെച്ച് നോക്കി എനിക്കിഷ്ടപ്പെട്ട കറുപ്പ്, മാക്സിമം ഞാൻ കറുപ്പേ എടുക്കുകയുള്ളൂ കേട്ടോ. എനിക്ക് ഇങ്ങനെ ഈ പുള്ളിയും പോരുമെന്ന് വരണതൊന്നും ഇപ്പോൾ ഇഷ്ടമില്ല. ആദ്യം അതൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള കുറച്ച് ഗ്ലേസിങ് ഉള്ള കളറുണ്ടല്ലോ, ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ മാറ്റ് അല്ലാണ്ട് കുറച്ച് ഗ്ലേസിങ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ കയ്യിലൊരു സ്റ്റോൺ ഒക്കെ വെച്ച ഒരു ക്ലിപ്പുണ്ട്, അത് വേറൊരു കാര്യം, അതെനിക്കിഷ്ടമാണ്. അതും പിന്നെ അല്ലാണ്ട് ഇപ്പോൾ വേറൊരെണ്ണം ഉള്ളത് അതെനിക്ക് അമ്മ തന്നതായിരുന്നു. അതിങ്ങനെ വേറെ കുറച്ച് കളറൊക്കെ ഉള്ളതാണ്. അതെനിക്ക് വെക്കുമ്പം നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്നോളും. എന്നാലും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ക്ലിപ്പൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് ഇവിടെ വീട്ടിലത്തേക്ക് എണ്ണയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പൂക്കടയിൽ നിന്ന് ഞാൻ ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് മറന്നു ഓടി അങ്ങ് പോവുകയും ചെയ്യും. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ചേട്ടൻ മറന്നു വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ടേ. തൊട്ട് ചേർന്നാണ് പൂക്കട ഉള്ളതെങ്കിലും ചിലപ്പം നമ്മൾ അതങ്ങ് മറക്കും. അങ്ങനെ എനിക്ക് മറ്റേ മാരിക്കൊഴുന്തിൻ്റെ സെൻറ്റ് വേണമായിരുന്നു കേട്ടോ. ജവാദും ഉണ്ടായിരുന്നു, പക്ഷെ അതില്ല. എനിക്ക് കേശുവിന് അത് തേച്ച് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മോൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ്. അത് തീർന്നു പോയായിരുന്നു. അതുമല്ല മറ്റേ കപ്പ് സാമ്പ്രാണിത്തിരി ഉണ്ടല്ലോ, മറ്റേ പുകയ്ക്കണത്, അതും തീർന്നു പോയി. വീട്ടിൽ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിരുന്നപ്പോഴാണ് അതും തീർന്നത്. എനിക്ക് ഏറ്റവും സങ്കടം അതായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ നോർമലായിട്ടുള്ള ചെറിയ ധൂപം ഉണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിച്ചത്. അതെനിക്ക് വലിയ ഇഷ്ടമല്ലേ, മറ്റേത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഇതിഷ്ടമല്ല. പിന്നെ എന്ത് ചെയ്യാനായിട്ട് അപ്പോൾ സാമ്പ്രാണി ഉണ്ടല്ലോ, ഞാൻ അത് വാങ്ങിക്കാനാണ് പോയത് കേട്ടോ. അത് തീർന്ന് അവിടെ ഇതിപ്പോൾ എനിക്ക് എന്തോ അത് ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ എന്തോ ഒരു വൈക്ലപ്യം, അതാണെങ്കിൽ നല്ല രസമായിരുന്നു. അതിന് അടുത്ത അടുത്ത ആഴ്ചയ്ക്ക് വരുള്ളൂ. എന്ത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പൊട്ട്, എനിക്ക് ഈ പൊട്ട് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന പൊട്ടാണെങ്കിൽ ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു സ്പോഞ്ചുള്ള പൊട്ടുണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. അത് കേശക്കുട്ട എടുത്ത് ഇതിലൊന്നും ഇപ്പോൾ പശയൊന്നുമില്ല, ചുമ്മാ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എടുത്തെടുത്തിൻ്റെ പൊട്ട് അത്രയും തീർന്നത്. ഈ ഒരു കവർ വാങ്ങിച്ചു വെച്ചിരുന്നാലേ ഏകദേശം ഒരുപാട് നാളിരിക്കും. ഒരു പൊട്ട് തന്നെ നമ്മൾ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ മുഖം കഴിവിയെ പോലും പോകില്ലല്ലോ. അത് അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ പാടുമായി ഏകദേശം 1 വർഷം വരെ ഇരിക്കും. നിങ്ങൾ തള്ളാണെന്ന് പറയും, എന്നാലും അത്രയും നാളൊക്കെ ഇരിക്കും. തേച്ച് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ വിലയും കൂടുതലാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല.
അപ്പോൾ സമയം 2:30 ആവാറായി. അപ്പോൾ ചേട്ടനെ വിളിച്ചപ്പോഴേക്ക് പുള്ളിക്കാരന് എത്താൻ പറ്റൂല, നീ പോയി മോനെ വിളിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ സാധന സാമഗ്രികളൊക്കെ എടുത്ത് ഇറങ്ങിയാണ്. ഈ ചോറ്റുപാത്രമൊക്കെ ഈ ബാഗിൽ വെക്കാനായിട്ട് ഒരു മടിയുണ്ട്. പുതിയ ബാഗാണ്, അവൾ അനിയത്തി കൊണ്ട് തന്ന ബാഗായിരുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതൊക്കെ ഷോ മാത്രമേ ഉള്ളൂ, ഒരു ഒറ്റ സംഭവങ്ങൾ അതിനകത്ത് വെക്കാമെന്ന് വിചാരിക്കേണ്ട. കാണുമ്പോൾ നല്ല വലിയ ബാഗ്, എന്തെങ്കിലും ഒരെണ്ണം വെച്ചാൽ പിന്നെ ഒരെണ്ണം കൂടെ ആ ബാഗിനകത്ത് കൊള്ളൂല. പിന്നെ നമ്മൾ ഈ സാധാരണ ബാഗ് ഉണ്ടല്ലോ, നോർമലായിട്ടുള്ള ഇത്ര വലിയ ബാഗൊക്കെ ആണെങ്കിൽ അതിൽ എന്തൊക്കെ സാധനമൊക്കെ വേണമെങ്കിൽ കേശവനെ കൂടെ വെച്ചുകൊണ്ട് പോകും, അത്രയ്ക്ക് സ്പേസ് കാണും. ഇതൊക്കെ വെറുതെ നമ്മൾ എന്തെങ്കിലും വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോഴോ അങ്ങനെയൊക്കെ പോയാൽ കുറച്ച് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുപോകും. സാധനങ്ങളൊന്നും വേറെ ഒന്നും വെക്കാതെ ഒരു ഫോണോ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ പേഴ്സോ മാത്രമേ അതിനകത്തിരിക്കുകയുള്ളൂ. ഞാനുള്ള സാധനങ്ങൾ മൊത്തം അതിൽ കുത്തിക്കയറ്റാൻ നോക്കിയാൽ ഒന്നും അതിൽ കയറണില്ല. അപ്പോൾ എണ്ണയൊന്നും എനിക്ക് കൊണ്ടുപോകാനായിട്ടും പറ്റിയില്ല. അങ്ങനെ ഞാനതൊക്കെ ഇങ്ങ് വെളിയിലാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഓട്ടോ പിടിച്ചല്ലേ പോകാനായിട്ട്, അപ്പോൾ എങ്ങനെ ഞാൻ കൊണ്ടുപോകും? അതുകൊണ്ട് ഇതൊക്കെ ചേട്ടൻ വരുമ്പോഴേക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അതൊക്കെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കിയാണ് പോയത്. ഈ കുപ്പി അതും വെക്കാൻ നോക്കി, അത് ഇരിക്കണില്ല. എല്ലാം കൂടെ വെച്ചപ്പോഴേക്ക് ബാഗ് അടയണില്ല. അതുപോലെ പിന്നെ എനിക്കൊരു പേടി, ചീത്തയിൽ പോയാലും അതിൻ്റെ സിബ്ബായിട്ട് പോയാൽ പിന്നെ അതിനെ കൊണ്ട് ഉപയോഗവും ഇല്ല. ഞാനിത് എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനിങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത് 1-2 പ്രാവശ്യം ഉപയോഗിച്ച്, അല്ലാണ്ട് കടയിൽ വരുമ്പോഴൊന്നും കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ച്. പിന്നെ എനിക്കാണെങ്കിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ എന്തിനങ്ങനെ വെക്കണത്? ഒരു കാര്യം വാങ്ങണത് നമുക്ക് ഉപയോഗിക്കാനല്ലേ, നമ്മളങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യും? അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അതൊക്കെയാണ് ടെൻഷൻ. അതുകൊണ്ട് എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാനതിങ്ങനെ ഒരു ഡ്രസ്സായാൽ തന്നെ ഇന്നൊരു ഡ്രസ്സ് എടുത്താൽ നാളെ എനിക്കത് ഇട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു സ്വസ്ഥതക്കേടില്ല. അതുപോലെ തന്നെ എൻ്റെ കെട്ടിയൊരു എന്ത് സാധനം ഉണ്ടെങ്കിലും അപ്പം തന്നെ അത് ഉപയോഗിക്കണം. ഇവിടുത്തെ അമ്മയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയുമോ, സൂക്ഷിച്ചങ്ങ് വെച്ചിരിക്കും. അതങ്ങനെ വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്നും പറഞ്ഞ് വെച്ചിരിക്കും. എനിക്ക് ആ ഒരു കോൺസെപ്റ്റിനോട് ഒട്ടും താല്പര്യമില്ല. എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ എന്താ പറയാനായിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണ്ടേ. ഇപ്പം ഞാൻ ഈ പോണ റോഡിൽ ഞാൻ മെൻ്റലി ഭയങ്കര സാറ്റിസ്ഫൈഡാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കാനായിട്ട് എന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അത് വേറെ ആരെക്കൊണ്ടും പറ്റില്ല. അപ്പോൾ ഭർത്താവ്, കൊച്ച്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളല്ലാണ്ട് മൊത്തം ഇങ്ങനെ ത്യാഗം സഹിച്ച് ഭർത്താവിനെ നോക്കി കൊച്ചിനെ നോക്കി അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് പോകണം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ അവരെ കാര്യങ്ങൾ നോക്കണതോടൊപ്പം എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാനിപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് കണ്ടാലും ഞാൻ അപ്പോൾ അത് വാങ്ങാനായിട്ട് നോക്കും. ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം കണ്ടാൽ, ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്ക് കണ്ടാൽ, ഇഷ്ടമുള്ള ക്രീം കണ്ടാൽ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ അതൊക്കെ ഞാൻ എന്നെ തന്നെ തൃപ്തിപ്പെടുത്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ആണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എന്താ പറയാനായിട്ട് ഇതാ കേശുവിനെ വിളിക്കാനായിട്ട് അവിടെ ഓട്ടോയ്ക്ക് തിരക്കി നിന്നപ്പോൾ കൊളത്തൂർ അവിടെ ഓട്ടോ സ്റ്റാൻഡാണ്, ഒറ്റ ഓട്ടോ ഇല്ല ആ സമയത്ത്. ഞാൻ അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു ബസ് വരണമെങ്കിൽ ബസ്സിൽ കയറി ഇറങ്ങാമെന്ന്. ബസ്സും ഇല്ല, ഓട്ടോയും ഇല്ല. അങ്ങനെ അവസാനം എനിക്ക് ആകെ ടെൻഷനായിപ്പോയി. കൊച്ചു മോനിങ്ങനെ നമ്മളെ കണ്ടില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമാണ്. അവൻ ഇറങ്ങി വരുമ്പോഴേ നമ്മളവിടെ നിൽക്കണ്ടേ. അങ്ങനെ നിന്ന് ഒരു ഓട്ടോ കിട്ടിയതാണ്. അങ്ങനെ ചെന്നപ്പോഴേക്ക് സ്കൂള് വിട്ട്, ഞാൻ ചെന്നതും സ്കൂള് വിട്ട സമയമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണ്. മോൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ചെല്ലുമ്പോഴേക്കും അവൻ്റെ അച്ഛനും കൂടെ വേണം. ഞാൻ മാത്രം ഓട്ടോയിൽ ചെല്ലണത് ഒട്ടും ഇഷ്ടമില്ല. അമ്മ മാത്രം വന്നേ എന്തിന് രണ്ടുപേരും കൂടെ വരാത്തെന്ത്, അച്ഛൻ എവിടെ പോയി ഇങ്ങനെ ചോദിച്ച് പിന്നാട്ടി ഇരിക്കുകയാണ്. അങ്ങനെ ആളെ കൊണ്ടുവന്ന് മേലൊക്കെ കഴുകി, രാവിലെ കുളിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ വന്ന് മേലൊക്കെ വന്ന ഉടനെ ഞാൻ മേലൊക്കെ കഴുകി ചോറ് കൊടുത്തേട്ടാ. എന്തായാലും അതങ്ങ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതിനെ എടുത്ത് വെച്ച് ടി വിയും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെയൊക്കെ തൂത്തൊക്കെ വാരിയിട്ടിട്ട് ഒരു ലോഡ് തുണി കഴുകിയിട്ടിട്ടാണ് പോയത്. അതെല്ലാം മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. പലതും സെക്ഷൻ തിരിച്ചു വെക്കണമല്ലോ. എൻ്റെ തുണികൾ ഇരിക്കുന്നത് ഒരു സെക്ഷൻ, ചേട്ടൻ്റെത് ഒരു സെക്ഷൻ, കേശുവിൻ്റെ ഒരു സെക്ഷൻ, കേശുവിൻ്റെ യൂണിഫോം ഇരിക്കുന്നത് ഒരു സെക്ഷൻ. അങ്ങനെ എല്ലാം മടക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ കിടക്കും.
അപ്പോൾ എനിക്കാണെങ്കിൽ തുണി മടക്കണമായിരിക്കും ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ ഈ സെറ്റ് കൊണ്ടിട്ടിട്ട് ചിലപ്പോൾ പിറ്റേന്നായിരിക്കും മടക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മാസം കൊണ്ട് ഇപ്പോൾ സ്കൂൾ അടച്ചതിന് ശേഷം കിച്ചു വരണില്ലായിരുന്നു പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് തൊട്ട് കിച്ചു വന്നു തുടങ്ങും. അപ്പോൾ പിന്നെ അവൻ പഠിപ്പിക്കാൻ വരുമ്പോൾ തുണിയെല്ലാം കൂടെ അവിടെ കൂട്ടിയിട്ടേക്കാനും പറ്റൂലല്ലോ, അതുകൊണ്ട് മടക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഇനി അതൊക്കെ മടക്കി ഓരോന്നും ഓരോ സെക്ഷൻ തിരിച്ചൊക്കെ വെച്ച് ചേട്ടൻ്റെ ടീഷർട്ടൊക്കെ അങ്ങനെ പറക്കിയിട്ടേക്കണതേ അതെല്ലാം ഇനി ഹാങ്കറിൽ തൂക്കിയല്ലേ ഇടണത്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആക്കിയൊക്കെ വെച്ച് ഒരു വല്ലാത്ത ജോലി തന്നെ ഇത്. കുറച്ച് പാടുള്ള വലിയ വലിയ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ജോലികളുണ്ടല്ലോ, ഇങ്ങനെ മെനക്കെട്ട ജോലി എന്ന് തോന്നുന്നു. ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുപോലെ തന്നെ കേശുവിൻ്റെ കാര്യത്തിൽ കേശു ഒരു പാമ്പിനെ കണ്ടാലും പേടിക്കൂല. കേശുവിന് ഏറ്റവും പേടി ചിലന്തി, പിന്നെ ഈ പാറ്റ, ഇതൊക്കെയാണ് കേശുവിന് പേടി. അല്ലാണ്ട് ഇപ്പോൾ ഒരു പട്ടി വന്നാൽ അവന് പേടിയില്ല, പാമ്പിനെ കണ്ടാൽ പേടിയില്ല. അതാണ് കേശുവിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇനി കുറേ ദിവസം ഇതുപോലെ ഇനി കടയിലായിരിക്കും. ഒരു മാസം കടയിൽ പോവുകയും വരെയൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.